അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ സമയം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ ബിസിനസ്സുകാർ, കമ്പനികൾ, 2000-ഓളം കമ്പനികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ പിടിച്ചെടുത്ത, അന്യായമായി പിടിച്ചെടുത്ത അധിക താരിഫ് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയും സമീപിച്ചിരിക്കുകയാണ്. ഏതായാലും ട്രംപ് മുൻപ് പറഞ്ഞിരുന്നതാണ്, ഈ സുപ്രീം കോടതി വിധി തനിക്കെതിരായാൽ ഈ അധികമായി വാങ്ങിച്ച താരിഫ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് 175 ബില്യൺ ഉണ്ട്. ആ തുക തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെ അത് ബാധിക്കും, മൂന്നാംകിട രാജ്യമായി അമേരിക്ക മാറുമെന്നൊക്കെ ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇവിടെയാണ് ട്രംപിന് ഈ താരിഫ് ചുമത്താൻ അധികാരമില്ല എന്നും അധികമായി വാങ്ങിച്ച താരിഫ് തിരിച്ചു കൊടുക്കണമെന്നും സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ട് 20ഓളം രാജ്യങ്ങളും അതിപ്പോൾ അനിശ്ചിതത്തിലായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒപ്പിടാൻ മടിച്ചു നിൽക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വെട്ടിലായി നിൽക്കുന്ന ഈ സാഹചര്യം, ഇറാൻ അമേരിക്ക യുദ്ധം ഏതു നിമിഷവും ഉണ്ടാകുമെന്നുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള 2000-ഓളം ബിസിനസ്സുകാർ തങ്ങളുടെ പണം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കമ്പനികളൊക്കെ, ഈ പ്രതിഷേധിക്കുന്നവരുടെ കമ്പനികളിലൊക്കെ ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ താരിഫ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരുപാട് ലാഭവിഹിതം ഉണ്ടാകും എന്ന് ഇതിലെ ഓഹരി ഉടമകളും കരുതുന്നു. ഏതായാലും ഈ ട്രംപ് പറയുന്നത് താൻ ഈ പണം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ്. ഒരുപക്ഷെ ഈ പണം കുറെ അധികം നാൾ US ട്രഷറിയിൽ കിടക്കുമായിരിക്കാം. കാരണം ഇതിന്റെ കേസുകളും മറ്റും നടന്നു വരുമ്പോൾ, അതിന്റെ നാൾവഴികൾ കടന്നു വരുമ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കും. ആ വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ വിധി വന്ന ഈ തുകയൊക്കെ തിരിച്ചു കിട്ടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പണം കിട്ടാൻ പോകുന്നില്ല. നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ, ട്രംപ് കെട്ടി ഉയർത്തിയ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളും വ്യാവസായിക അന്തരീക്ഷവും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഏത് രീതിയിൽ അവസാനിക്കുമെന്നറിയില്ല. ട്രംപ് ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്.